നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കോൺക്രീറ്റ് മിക്സർ എങ്ങനെ അസംബ്ലിങ് ചെയ്യാം എന്നതിൻ്റെയാണ്. അപ്പോൾ മുന്നത്തെ വീഡിയോയിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അതിൻ്റെ ഇൻസ്റ്റലേഷനും അതിൻ്റെ അസംബ്ലിങ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ അത് അസംബ്ലിങ് ചെയ്തെടുക്കാം എന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ കോൺക്രീറ്റ് മിക്സറിൻ്റെ പോർട്ടബിൾ കോൺക്രീറ്റ് മിക്സറിൻ്റെ കാര്യം മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. അത് വളരെ എളുപ്പമാണ് യൂസ് ചെയ്യാൻ. സ്വന്തമായിട്ട് നമുക്ക് പോർട്ടബിളായിട്ട് ഒരാൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് കൊണ്ടുവരാനും എല്ലാത്തിനും ട്രാൻസ്പോർട്ടേഷന് വളരെ എളുപ്പമാണ്. സാധാരണഗതിയിൽ കോൺക്രീറ്റ് മിക്സർ കൊണ്ടുപോകണമെങ്കിൽ ഒരു വലിയ വണ്ടിയും അത്രയും പേരും ഒപ്പം അത് കയറ്റാനും ഇറക്കാനും അതിൻ്റെ റീല് അങ്ങനെ പല സംഭവങ്ങളും വേണം. ഇത് ശരിക്കും ഒരു ബൈക്കിൽ തന്നെ ബാക്കിൽ പിടിച്ച് കൊണ്ടുപോകാൻ പറ്റും. കറക്റ്റായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണിത്. പിന്നെ അതുമല്ല, ഇത് ഒരാൾക്ക് ഈസി ആയിട്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും എടുക്കാനും വയ്ക്കാനും ഒക്കെ പറ്റും. പിന്നെ അങ്ങനെയുള്ളൊരു വ്യത്യാസമാണ്. നമുക്ക് കറക്റ്റായി എങ്ങനെ വേണമെങ്കിലും നമുക്കത് ഒരാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. മുന്നോട്ടും ബാക്കോട്ടും എങ്ങനെ വേണമെങ്കിലും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ പവർ കൺസപ്ഷന് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അസംബ്ലിങ് A to Z അസംബ്ലിങ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ സ്പെയർസൊക്കെ ഇവിടെ എടുത്തു വെച്ചതാണ്. ഓരോന്ന് തരംതിരിച്ച് മാറ്റി വെച്ചതാണ്. എല്ലാ സ്പെയർസും ഉണ്ട്, ഡ്രമ്മുണ്ട്, എല്ലാ സ്പെയർസും ഇങ്ങനെ തരംതിരിച്ച് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇനി നമുക്കത് അസംബ്ലിങ് ചെയ്യാനുള്ള ഇതിലേക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു വീല് റാഡ് അത് കണക്ട് ചെയ്യാം. യു ക്ലാമ്പാണ്. യു ക്ലാമ്പിൽ ഇത് നട്ടിട്ട് ടൈറ്റ് ചെയ്യുന്ന ടൈപ്പാണ്. ഇപ്പം അത് ആ ഒരു യു ക്ലാമ്പിൽ നമുക്ക് അങ്ങനെ അത് ആദ്യം ഒരു സംഭവം കണക്ട് ചെയ്യാം, 2 എണ്ണം കണക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വീലിടാണ്ട് ഒരു ഭാഗം ഇപ്പം വീല് ഇട്ട് വെച്ചതാണ്. രണ്ട് യു ക്ലാമ്പാണ് കണക്ട് ചെയ്തത്. അതിൻ്റെ ബേസാണിത്. ആദ്യം ഇതാണ് കണക്ട് ചെയ്യേണ്ടത്, ഒരു ബേസ്. ആ ബേസിൽ നമ്മൾ ഈ റാഡ് കണക്ട് ചെയ്ത് 2 യു ക്ലാമ്പ് വെച്ച് റാഡ് കണക്ട് ചെയ്ത് ഒരു വീലിട്ടു. ഇനി അടുത്ത വീലിടാന്ന്. അപ്പം അടുത്ത വീല് ഇടാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് റാഡൊന്ന് പൊക്കിയിട്ട് കറക്റ്റ് ഒന്ന് ഹോളിലിട്ടിട്ട് നോക്കിയിട്ട് അങ്ങോട്ട് തട്ടി കൊടുത്താൽ മതി. ശരിക്കും കുറച്ചൊരു ടൈറ്റ് ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലോക്കുണ്ട്, പിന്നെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ലോക്ക് നമുക്കൊന്ന് ലോക്കാക്കി വെക്കാം. അത് പുറത്തേക്ക് വളച്ച് വെച്ചാൽ മതി. അപ്പം വീൽ ഊരാതിരിക്കാൻ വേണ്ടിയിട്ടാണത്, ഊരിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലോക്കാണ്. അപ്പം അതിൻ്റെ തൊട്ട് മുകളിൽ വെക്കുന്ന പീസ് എടുക്കാം. ഇനി തൊട്ട് മുകളിൽ വെക്കുന്നത് ഇങ്ങനെ ഈ ഒരു ഭാഗം മോട്ടർ വെക്കാനുള്ള ഭാഗം ബാക്കിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെയാണ് വെക്കേണ്ടത്. ആ ഒരു ലെവലിലാണ് വെക്കേണ്ടത്. എന്നിട്ട് നമുക്ക് യു ക്ലാമ്പ് ഉണ്ട്, യു ക്ലാമ്പ് എടുക്കണം. യു ക്ലാമ്പ് എടുത്തിട്ട് കൊടുക്കാം. ഒരു യു ക്ലാമ്പ് കൊടുക്കി, 2 യു ക്ലാമ്പ് കൊടുക്കി. അതിന് ഒരു 4 എണ്ണം കൊടുക്കാനുണ്ടാവും ബേസിലേക്ക്. അപ്പം നമ്മൾ 4-മത്തത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഹാൻഡിൽ ഫിറ്റ് ചെയ്യാം. അതിന് ഹാൻഡിൽ വെച്ചിട്ട് അതിൻ്റെ ഹാൻഡിലിൻ്റെ ഗ്യാപ്പ് നോക്കിയിട്ട് ഏകദേശം ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്ക് മുകളിൽ മോട്ടർ വെക്കാനുള്ള ഒരു ഭാഗം വിട്ടിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ട് നമുക്ക് യു ക്ലാമ്പ് കൊടുക്കാം.
അപ്പം നമുക്ക് ഹാൻഡിലും കുടുക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഡ്രമ്മ് ഉരുളാൻ വേണ്ടിയിട്ടുള്ള ഡ്രമ്മ് കറങ്ങാൻ വേണ്ടിയിട്ടുള്ള വീലാണ് കൊടുക്കേണ്ടത്. ഇത് വീലിൻ്റെ ബേസാണ്. അതിലൊരു ചെറിയൊരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ടൊന്ന് അടിച്ചിട്ട് ഒന്ന് അടുപ്പിച്ചതാണ്. ഓക്കെ, അപ്പം അതിൻ്റെ സ്ക്രൂ ഉണ്ട്. അത് കറക്റ്റായിട്ട് നീളമുള്ള സ്ക്രൂ ആണ്. ഇതെല്ലാം നോക്കാം. ഇതൊക്കെ സ്ക്രൂസ് ഇതൊക്കെ അതിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ ആ ഒരു സ്ക്രൂ ആദ്യം ബേസ് നമുക്ക് ടൈറ്റ് ആക്കാനുള്ള സ്ക്രൂ എടുക്കാം. സ്ക്രൂവും ബോൾട്ടും എടുത്തിട്ട് ബേസ് രണ്ടെണ്ണം ഇടാനുണ്ടാവും. വാഷറിട്ടിട്ട് ടൈറ്റ് ചെയ്യാം. ഇനി ഈ ഭാഗത്ത് ഇങ്ങേ ഭാഗത്തും അതുപോലെ ബേസ് വെക്കാം. അപ്പോൾ ഇത് ബേസ് നമുക്ക് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യാം. ഹാൻഡിലും ഒക്കെ വെച്ചു, നമ്മൾ ബേസും വെച്ചു, വീൽ ബേസും വെച്ചു. ഇനി അതിൽ വീല് പിടിപ്പിക്കണം. വീല് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ആ ഡ്രം എടുത്തിട്ട് അതിലേക്ക് കയറ്റി വെക്കാൻ പറ്റും. ഇതേൽ വെച്ചിട്ട് വീലിൻ്റെ ഒരു ആക്സൽ ഉണ്ടാവും, ഒരു റാഡ്, അത് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് ഇടുക. ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ രണ്ട് ഭാഗം കറക്റ്റായിട്ടത് ഫ്രീ ആണോന്നൊന്ന് നോക്കണം, കറങ്ങുന്നുണ്ടോ എന്നുള്ളത്. ടൈറ്റായി കിടക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് പിടിച്ച് കൊടുക്കണം. എന്നിട്ടത് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി രണ്ട് ഭാഗവും നട്ടിട്ട്. ഇതും നന്നായിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം വീലിൻ്റെ. ഇപ്പം വീല് കുടുക്കി എല്ലാം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാ സ്ക്രൂസും എല്ലാ നട്ടും ബോൾട്ടും ഒക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എൻ്റെ സ്ട്രക്ചറൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി നമുക്ക് മോട്ടറും അതുപോലെ ഡ്രമ്മും എടുത്ത് വെക്കാനേ ഉള്ളൂ. മോട്ടർ ഫിറ്റ് ചെയ്യണം,
അതിൻ്റെ ജോയിൻ്റ് മോട്ടറിലേക്ക് നമ്മുടെ ഡ്രമ്മിൻ്റെ ജോയിൻ്റ് ഉണ്ട്, അത് കൊടുക്കണം. അത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനി ഇതാണ് മോട്ടർ. ഇത് മോട്ടർ നമുക്ക് പല വാട്സിലും വരുന്നുണ്ട്. ഇത് നമ്മൾ ചെയ്തത് ഇത് ഇപ്പം 450 ലിറ്ററിൻ്റെയാണ്. 450 ലിറ്ററിൻ്റെ എന്ന് പറയുമ്പം ഒരു 4 കിലോ വാട്ടിൻ്റെ മോട്ടറാണിത്. സ്റ്റെപ്പ് മോട്ടറാണ്. 4 കിലോ വാട്ടിൻ്റെ മോട്ടറാണ്. ഇത് 4 കിലോ വാട്ടിൻ്റെ മോട്ടറാണ്. നമ്മളത് മോട്ടർ വെച്ചിട്ട് നമുക്കത് അതിൻ്റെ സ്ക്രൂസൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മോട്ടറിൻ്റെ സ്ക്രൂസും നട്ടും ബോൾട്ടൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനി നമുക്കൊരു ജോയിൻ്റ് കൂടി അതിൽ ഫിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഏകദേശം മോട്ടർ ഫിറ്റ് ചെയ്തു. നമുക്കിനി ഡ്രം എടുത്ത് അതിൽ വെക്കണം. ഇത് നമ്മൾ ഡ്രമ്മിൽ കണക്ട് ചെയ്യേണ്ടതാണ്. മോട്ടറിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടറിലേക്ക് കൊടുക്കുന്ന ജോയിൻ്റാണ്. സ്ക്രൂ കൊണ്ട് 4 എണ്ണം ഇടണം. ത്രെഡ് കറക്റ്റായിട്ട് നോക്കിയിട്ടൊന്ന് വെച്ചടിച്ചു കൊടുത്താൽ. ഓക്കെ, ഇതെടുത്തിട്ട് ഡ്രം എടുത്തിട്ട് നമുക്ക് ഇതിൽ വെക്കാം. ഓക്കെ, അതിലേക്ക് ജോയിൻറ്റിലേക്ക് കയറ്റി കൊടുക്കുക. അതിലേക്ക് അത് കയറ്റി കൊടുക്കുക. അപ്പോൾ അതിനൊരു നട്ടും ബോൾട്ടും ഇടാൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ അതെല്ലാം ഫിറ്റ് ചെയ്തു. ഇനി ഒന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. ഇതിൽ വോൾട്ടൊക്കെ കാണിക്കും. കറക്റ്റ് ലൈൻ വോൾട്ട് എത്രയാണ് വരുന്നതെന്ന് ഇതിൽ കാണിക്കും. ഇപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട് 200+ ആകുമ്പോൾ നമുക്കത് മോട്ടോർ വർക്ക് ചെയ്യിക്കാവുന്നതാണ്.
180+ ആണ് ശരിക്കും. 180+ ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യിക്കാൻ പറ്റും. നമുക്ക് ഒരു ഭാഗത്തേക്ക് തിരിയുന്നത് മിക്സ് ആവാനും മറ്റേ ഭാഗത്തേക്ക് തിരിയുന്നത് നമുക്ക് ഡ്രമ്മിൽ നിന്ന് പുറത്തെടുക്കാനുമാണ്. അപ്പം ഇടത്തേക്കും വലത്തോട്ടും ഉണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ളത് മിക്സായി കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോബ് തിരിച്ചാൽ മതിയാവും. ഇടത്തെ ഭാഗത്തേക്ക് ശരിക്കും മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. വലത്തോട്ട് റിവേഴ്സ് വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ അത് മിക്സായ സാധനങ്ങൾ പുറത്തേക്ക് വരും. നമ്മളത് പുറമേ അത് പൊക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേ ലെവലിൽ തന്നെ നമുക്ക് അകത്തു നിന്ന് പുറത്തേക്ക് എടുക്കാനും പറ്റും. കാരണം 2 സ്പീഡും ഫോർവേഡും റിവേഴ്സും ഉള്ളതുകൊണ്ട്. ആ വെച്ച ലെവലിൽ നിന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്യാനും മിക്സറിൽ നിന്ന് പുറത്തേക്ക് എടുക്കാനും പറ്റും. ബാക്കിൽ നിന്ന് പൊക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും. ഇത് നമ്മൾ മോട്ടറിൻ്റെ ബാക്കിലുള്ള കവറാണ്. അതൊന്ന് സ്ക്രൂ ചെയ്തിടണം. മോട്ടറിലേക്ക് വെള്ളമാവാതിരിക്കാനും മോട്ടറിന് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ഇതിന് പവർ കൺസപ്ഷനൊക്കെ കുറവാണ് ശരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇത് ശരിക്കും ഇത് മിക്സ് ചെയ്യുന്നതും അതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തിപ്പിക്കുന്ന സമയത്തുള്ള അതിൻ്റെ ലോഡ് എത്ര എടുക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അതിൻ്റെയൊക്കെ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളത് ചെയ്ത് നോക്കിയിട്ട് അത് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇനി എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.